ഹായ് കൂട്ടുകാരെ, നമ്മുടെ അടിപൊളി അച്ചാർ ഇതാ റെസിപ്പി എല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഒന്നുകൂടി തയ്യാറാക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പില വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുകും ഉലുവായും കൂടി വറുത്ത് പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാ അച്ചാറിനും ചേർക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നീട് നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടി അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി അതിലോട്ട് ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റാം. ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അതും ചെറുതായി ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി വഴറ്റിയ ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കാം. കറിവേപ്പിലയൊക്കെ നല്ല മുരുമുരാന്ന് വരും വഴറ്റിയെടുക്കുമ്പം കേട്ടോ. അതിലേക്ക് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ബീട്രൂട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഈ ബീട്രൂട്ട് നമ്മൾ നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറി വരും. അപ്പോഴാ വെള്ളത്തിൽ തന്നെ ഈ ബീട്രൂട്ട് കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കതിനെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോഴാണ് ആ വെള്ളം ഊറി വരുന്നതും ആ വെള്ളത്തിലിരുന്ന് ബീട്രൂട്ട് നല്ലതുപോലെ വെന്ത് കിട്ടും. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം നല്ലതുപോലെ ഊറി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കാന്താരി മുളക് ഇരുന്നത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ അത് ഏകദേശം നല്ലതുപോലെയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുന്നതൊക്കെ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച്, നല്ല എരിവ് വേണ്ടുന്നവർ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് കുറച്ചേ ചേർത്തുള്ളൂ. അതിനുശേഷം നമ്മൾ നമ്മുടെ കടുകും ഉലുവായും വറുത്ത് പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഈ പൊടി നല്ലൊരു സ്വാദ് തരും അച്ചാറിന് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് നേരം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടി എല്ലായിടവും ഒന്ന് പിടിച്ച് വരണം. പച്ചമണം മാറിയേം വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി നല്ല ഒരു ഇതായി കിട്ടും. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി, ഒരു 2 സ്പൂൺ വിനാഗിരിയെങ്കിലും ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ബീട്രൂട്ട്, അതുകൊണ്ട് 2 സ്പൂൺ മതി. വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വിനാഗിരിക്ക് പകരം പുളി ചേർത്താലും മതി. പുളി ചേർത്തിട്ട് വെളിയിൽ വെച്ചിരുന്നാൽ അച്ചാർ കേടാകും. അതുകൊണ്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്കൊരല്പം ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അല്പം മധുരം കൂടെ ആകുമ്പോൾ അച്ചാറിൻ്റെ സ്വാദ് കൂടും. അപ്പം നമുക്ക് അച്ചാർ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊരു സ്വാദുള്ള അച്ചാറാണ് കേട്ടോ, നല്ല രുചിയുള്ള അച്ചാറാണ്. ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ലതാണ്. പിന്നെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാനും നല്ലതാണ്. പ്രത്യേകിച്ച് ബീട്രൂട്ട് കഴിക്കാത്തവരൊക്കെ അച്ചാർ രൂപത്തിലൊക്കെ ആക്കി കൊടുക്കുമ്പം കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഈ ടേസ്റ്റുള്ള അച്ചാറൊന്ന് തയ്യാറാക്കൂ. അടിപൊളിയാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ.